എവിടെയോ എന്തൊക്കെയോ തകരാറുകൾ. ഞാൻ വിളിച്ചേരാലോന്ന് ഈ വീട്ടിൽ തന്നെ ഞാനാന്ന് പറഞ്ഞു. ഏയ് 2 സാധനം കിടക്കണു, വിലപ്പെട്ട സാധനങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ആ 2 പേര്. പിന്നെ സരിത ഗ്ലൂക്കോസ് കയറ്റിട്ടാണ് കിടക്കുന്നത്. ഇത്തിരി ശരിയാണല്ലോ, നേരം വിളിക്കുന്നോണ്ടിട്ട കഴിയുമ്പോ 2 പേരെ ആശുപത്രിയിൽ കൊണ്ട് നോക്കാം ഞാൻ. ഇതാണ് ആ 2 പേര്. ഒന്ന് ജഗു, പിന്നെ അടുത്തത് സരിത ഗ്ലൂക്കോസ് കയറ്റിട്ടാണ് കിടക്കുന്നത്. ഗ്ലൂക്കോസ് കയറ്റിയിട്ട് കുറച്ച് അരമണിക്കൂറായി. ഇത്തിരി ശരിയാണല്ലോ, നേരം വിളിക്കുന്നോണ്ടിട്ട കഴിയുമ്പോ. ഇനി കാരണം പറഞ്ഞു സരിത, എന്തൊക്കെ കാരണം? കാരണം ഛർദി, വേറൊന്നുമില്ല. പേടിക്കണ്ട കേട്ടാ, വലിയ അസുഖങ്ങളൊന്നുമില്ല. ഇന്ന് മലയാള മാസം ചിങ്ങ 1-ാം തീയതിയാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ടൊരു ഛർദി. പിന്നെ വെള്ളം കുടിക്കണത്, കഞ്ഞി വെള്ളം കുടിച്ചു, ഉപ്പിട്ട് അതൊക്കെ ഛർദിച്ച് പോയി. കാലത്തെ വന്നാൽ മതിയായിരുന്നു, മാറും ചേച്ചിട്ട് ഛർദിയുടെ ഗുളിക തുടർന്ന് കഴിച്ചു നോക്കി. അപ്പോൾ അതും ഛർദിച്ച് പോയി. വൈകുന്നേരം ആയപ്പോൾ പിന്നെ തീരെ പറ്റാണ്ടായപ്പോൾ പോന്നു. അപ്പോഴേക്കും അവന് തുടങ്ങി ഛർദി വൈകുന്നേരമായപ്പോൾ. അപ്പോൾ അവനെയും കൊണ്ടുപോന്നു. അവന് 3-4 വട്ടാകെ ഛർദിച്ചിട്ടുള്ളൂ. അപ്പോൾ അവന് ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളൂ. എനിക്ക് BP ഭയങ്കര ലോ ആയിപ്പോയി. പിന്നെ നല്ല ക്ഷീണമുണ്ട്, അത് കാരണം ഗ്ലൂക്കോസ് കയറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ കയറ്റിയിട്ട് ഇവിടെ ഒബ്സർവേഷനിൽ കിടക്കണം. ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. ഇപ്പം എന്നെ വീണ്ടും അവർ BP ചെക്ക് ചെയ്യാമെന്ന്. അപ്പോൾ BP വീണ്ടും ലോ തന്നെയാണ്, പനിയുണ്ട്, നേരിയ പനി 99. അവനും ഉണ്ട്, എനിക്കും ഉണ്ട്. അപ്പോൾ ഞാൻ മഴയല്ല, ഭയങ്കര മഴ. അപ്പോൾ ഞാൻ ഇവർക്ക് 2 കിടക്ക വിരിക്ക് എടുത്ത് കൊണ്ടു. ഇവിടെ ഈ മറ്റേ ഇതിലല്ലേ, കാഷ്വാലിറ്റിയിലല്ലേ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ജഗു പറഞ്ഞു തണുക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജഗുവിന് ഒരു കിടക്കവിരി, സരിതയ്ക്ക് ഒരു കിടക്കവിരി, അങ്ങനെ 2 പേർക്കുള്ളത് കൊണ്ടുവന്ന് വീട്ടിൽ പോയിട്ട്. ചുട്ട മഴയാണ്, പുറത്ത് ഭയങ്കര മഴയാണ്. ഇന്നലെ തൊട്ട് തുടങ്ങിയ മഴയാണ്. ഈ മഴയുടെ ഇത് കാലാവസ്ഥ എന്തുകൊണ്ട് പ്രശ്നമായി ഇതൊന്നുമില്ല. അല്ലാണ്ട് വേറെ ഫുഡൊന്നും പുറത്തൊന്നും കഴിച്ചിട്ടില്ലേ, പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ലേ. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ വന്നേന്ന് മനസ്സിലാവില്ലേ. നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം തന്നെ കഴിച്ചിട്ടുള്ളോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ ഈ ഗ്ലൂക്കോസ് കയറ്റൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോകുന്നു. ഗ്ലൂക്കോസ് കയറ്റാന്ന് പറഞ്ഞ പേടിയാ. കൈ നല്ല ഭംഗിയുണ്ടെന്ന് പറയില്ല എല്ലാവരും. കൈ എന്തുകൊണ്ട് എൻ്റെ ഭംഗി വെച്ചാൽ എൻ്റെ ഞരമ്പ് തടിച്ച് നിൽക്കാത്തോണ്ടാ. ഈ ഛർദി വരുമ്പോൾ ക്ഷീണിക്കുമ്പോൾ ഈ ഞരമ്പ് ഉള്ള ഞരമ്പും കൂടി താഴ്ത്തി ഒന്നുകൂടി. അപ്പോൾ കുത്തുമ്പോൾ ഞരമ്പ് കിട്ടില്ല. എത്ര വട്ടം കുത്തിയിട്ടാന്ന് അറിയാം ഇപ്പം ഇത് കിട്ടിയത്. അതെ, മഞ്ജുവാരുടെ പോലത്തെ കൈയാവണമെന്ന്. എന്താ മഞ്ജുവാരുടെ കൈൻ്റെ ഇതുമൊക്കെ ഞരമ്പുകൾ അങ്ങോട്ട് തടിച്ച് കണ്ടിട്ടില്ലേ. ആ വണ്ണം കുറഞ്ഞ കൈയില്ല ഇവിടുത്തെ കൈപ്പത്തിയിൽ, അതിന് മുകളിൽ കാണാം, ശ്രദ്ധിച്ചറിയാട്ടാ. ഇനി എല്ലാവരും മഞ്ജുവാരുടെ കൈ. ഞാൻ വണ്ണം കുറഞ്ഞ സമയത്തും എൻ്റെ കൈ ഇങ്ങനെ തന്നെയാട്ടാ, ഞരമ്പൊന്നും കിട്ടില്ല എനിക്ക്. മഞ്ജുവാരുടെ അച്ഛനമ്മയിലല്ലോ നിന്റെ അച്ഛനമ്മയും. പലരും പലതരത്തിലായിരിക്കുന്നു. അല്ല, വണ്ണം കുറവായതുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്തും എൻ്റെ കൈ ഇങ്ങനെ ഞരമ്പ് കിട്ടില്ല. പലരും പലതരത്തിലാണ്. അപ്പം അങ്ങനെ കാലത്തോട്ട് തുടങ്ങിയാറുണ്ട്. നല്ല ക്ഷീണമുണ്ട്. ഈ 2 സൈഡും ഭയങ്കര വേദന, ഛർദിച്ചേ നെഞ്ചുവേദന എടുക്കുന്നു. ലാസ്റ്റായപ്പോൾ ഒന്നുമില്ലല്ലോ വയറ്റിൽ. അപ്പം ഇങ്ങനെ ഊക്കാനിക്കുമ്പോൾ വേദന കാരണം ഉറങ്ങിയ ജഗു നാളെ തൊട്ട് ഓണപ്പരീക്ഷ തുടങ്ങും. ഇന്നിപ്പോൾ കനത്ത മഴയായിരുന്നു, ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കാവോ? പരീക്ഷയുടെ സമയത്ത് അസുഖങ്ങൾ പതിവായിരുന്നു അവന്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉണ്ടാവാറില്ലായിരുന്നു കേട്ടാ. എന്താ എനിക്ക് ഛർദി വരുമ്പോൾ അവനും ഛർദി വരണമെന്ന് അറിയില്ല. മുന്നേ അവനൊരു 3.5-4 വയസ്സുണ്ടാവും കേട്ടാ. ആ സമയത്ത് കണ്ണംകുളങ്ങരയ്ക്ക് അവൻ ഇടയ്ക്ക് അവിടെയൊക്കെ 2 ദിവസം നിന്നിട്ട് വരും. അങ്ങനെ നിൽക്കാൻ പോയി. അവനങ്ങനെ പോയിട്ട് അന്ന് രാത്രി എനിക്ക് ഛർദി തുടങ്ങി. നേരം വിളിക്കണം വരെ ഛർദി. അപ്പോൾ എന്നെ കാലത്ത് ചേട്ടൻ ആശുപത്രി കൊണ്ടുപോകാൻ നിൽക്കുക. ഇങ്ങോട്ട് വിൻസെൻ്റ് ഡീപ്പോളിലാട്ടാ ഞങ്ങളിപ്പോൾ ഒല്ലൂർ വിൻസെൻ്റ് ഡീപ്പോളിൽ. ഇങ്ങോട്ട് വരാൻ നിൽക്കുമ്പോൾ ഇവിടെ അമ്മയുടെ ഫോൺ. ജഗ്ഗു ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, നേരം വിളിക്കണ വരെ ഛർദിയായിരുന്നു. അപ്പോൾ അവിടെ ഡോക്ടറെ കാണിക്കട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട, എന്തായാലും ഇവിടെ കൊണ്ടുപോകണമല്ലോ, അപ്പോൾ അവനെയും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ചേട്ടൻ പോയി. ആ ജഗ്ഗുവിനെയും കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടി ഇവിടേക്ക് വിൻസെൻ്റ് ഡീപ്പോളിലേക്ക് ഇതുപോലെ തന്നെ കൊണ്ടുവന്ന്. അന്ന് പിന്നെ ഗ്ലൂക്കോസ് ഒന്നും കയറ്റി കെടുത്തിയില്ല. മരുന്നൊക്കെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഞങ്ങൾ 2 ആളെയും വിട്ടു. വീട്ടിൽ വന്ന് ഹാളിൽ പായൊക്കെ വിരിച്ച് ഞങ്ങൾ 2 ആളും കിടന്നു. അപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് പോയി. അപ്പോൾ കിടക്കാട്ടെ. അപ്പോൾ ഇവനെ ഭയങ്കര കുശുമ്പാണ് ആ സമയത്ത്.
ഞാൻ ചേട്ടൻ അടുത്തിരിക്കണത് ഇതിന് ഇഷ്ടമില്ല അപ്പോൾ അവൻ നോക്കുക. അപ്പോൾ കിടക്കാട്ടാ, മിണ്ടാനാവുന്നില്ല രണ്ടുപേർക്ക് ഇതുപോലെ തന്നെ കിടക്കുക. അപ്പം എന്നോട് ചോദിക്കണേ, ഇന്നലെ രാത്രി ഞാനില്ലാണ്ടിരുന്ന സമയത്ത് അച്ഛനെങ്ങാനും അമ്മേനെ കെട്ടിപ്പിടിച്ച? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ അവൻ പറയാം, മേലിക്കെങ്ങാനും ഛർദ്ദിക്കാമെന്ന് പേടിച്ചിട്ടാവും കെട്ടിപ്പിടിക്കാൻ. അവൻ ഞാൻ പറഞ്ഞു ആവും. അല്ല ഇപ്പം ഇതുപോലെ തന്നെ എനിക്ക് ഛർദി വന്നപ്പോൾ അവനും ഛർദി വന്നപ്പോഴേ എനിക്കിത് ഓർമ്മ വന്നതാ. അവനന്ന് ഞാനിവിടെ ഒരു നമ്മുടെ വീട്ടിലത്തെ കഴിച്ചാൽ ഫുഡിൻ്റെ ആവും വിചാരിച്ചേ, പക്ഷെ അവൻ അവിടുത്തെ ഭക്ഷണം കഴിച്ചാണ്. എന്നിട്ട് അവന് വന്നു. എന്താണാവും? എനിക്ക് വന്നപ്പോൾ ജഗ്ഗുനും വരും. ലിങ്ക് ഉണ്ടെന്നാ, അതൊരു ലിങ്ക് ഉണ്ട്. എനിക്ക് എടുക്കട്ടെ ഏട്ടാ. ചേട്ടനേ നാളെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ലേ, അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി മൈക്കും ഹെഡ്ഫോണൊക്കെ കൊണ്ടുവന്നതാ. അപ്പോൾ പറഞ്ഞേ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എടുത്ത് ഇതൊന്ന് എടുക്കാന്ന് പറഞ്ഞിട്ട് എടുത്തതാ. എന്നാ മൈക്ക് ഞാൻ കിടക്കട്ടെ അവിടെ. ഇത് നേരം വെളുക്കും തോന്നുന്നുണ്ട്. കഴിയുമ്പോൾ കണ്ടാ തുള്ളി ഓരേ കുഞ്ഞു തുള്ളിയായിട്ട് വീഴുന്നുള്ളൂ. സമയം 8:45. ആപ്പിൾ ഓണുന്നുണ്ട് പറഞ്ഞിട്ട് അവിടെ അതെ, ഞാൻ ഒക്കെ അരിഞ്ഞെടുത്ത് പോകണമെന്നുണ്ട്. ഇത് കണ്ടാ കായോ അവരെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഒരു 3/4 മണിക്കൂറൊക്കെ ചെറുതായിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ച് നോക്കാൻ പറഞ്ഞു, ഛർദിക്കണ്ടോന്ന് അറിയാനേ. പിന്നെ ഉണ്ണിയപ്പം അത് വല്ലൊരു ഉണ്ണിയപ്പം കഴിക്കുവോ ഛർദിയുള്ളപ്പോ? പ്ലമ്മാണോ? ആപ്പിളൊക്കെ തൊലി ചെത്തി കഷ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലം അയ്യോ എനിക്ക് വേണം. ഒടുക്കത്തെ വിശപ്പാ. ജഗുനും കഴിച്ചോ? വെള്ളം താ ഉണ്ണി. ഇങ്ങോട്ട് വയ്യോ? ഇത് വയ്യേ, എണീക്കാൻ വയ്യേ? അവന് പനി വന്നാ അപ്പം കാല് വിറയ്ക്കവൻ്റെ. കുഞ്ഞിതിലേ തൊട്ട് അങ്ങനെയാ. വിറയലാണ് ആദ്യം തുടങ്ങാം. വിറയൽ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പനി തുടങ്ങും. അപ്പം അതേ കാല് വിറയ്ക്കണമെന്ന് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവന് പനി വരുന്നുണ്ട്. ഇപ്പം ആ സിസ്റ്റർ വന്നിട്ട് ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 99 ഉണ്ട് പനി തുടങ്ങിയപ്പോൾ. അപ്പോൾ നമ്മൾ ഇത് കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ച ചോറെല്ലാം ഛർദ്ദിച്ചു പോയി. ഇന്നലെ അങ്ങനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് അവർ രണ്ടുപേരും റെസ്റ്റിലാണ്, സരിതയും ജഗ്ഗും. ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നാലും ഒരു ക്ഷീണം ഉണ്ടാവില്ല. കാരണം സരിതയൊക്കെ ഛർദ്ദിച്ച് തവിടുപൊടി ചെയ്തായിരുന്നു. ഇപ്പോൾ നോക്കിയേ, ഇന്നലെ വെള്ളത്തിൻ്റെ അയിര് കളിയിട്ട് കിടന്ന സ്ഥലമാണ് ഇപ്പോൾ വീഴുന്നത്. ആ മഴ മാറി എന്താ പറയുക, വെള്ളത്തിൻ്റെ ആദാ പോയി. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അവധി പ്രഖ്യാപിച്ചിട്ട് ഇന്ന് കാലത്ത് മുതൽ ഇതുവരെയായിട്ട് മഴ എന്ന് പറഞ്ഞ സാധനം പെയ്തിട്ടില്ല. ഇപ്പോൾ സമയം 5 മണിയായിട്ടാ. 5 മണിയായിപ്പോൾ നോക്കിയേ, മഴക്കാലമായി തുടങ്ങി. ഇവിടെ നമ്മുടെ ഈ പയറില്ലേ, ഈ പയറൊക്കെ വലുതായിട്ടാണ്. അപ്പോൾ ഇതിന് കുറച്ച് ഇതുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കമ്പൈ വെട്ടിയിട്ട് കാലൂത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഇതിനൊരു താങ്ങ് കൊടുക്കണം. വെറുതെ മുന്നേ കൊടുക്കേണ്ടതായിരുന്നു. ഓരോ ഓരോ കുഴി കുത്തിയിട്ട് ഇതിങ്ങനെ പയറിന് ഒരു ബലം കിട്ടും. നിലത്ത് ഇങ്ങനെ ഇങ്ങോട്ട് നിറച്ചിങ്ങനെ എടുക്കും. പണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാറില്ലേ. പണ്ട് നിറച്ച് ഇങ്ങനെ പയർ നടും. നിറയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് നടും. ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ തറവാടുണ്ടായിരുന്നു. തറവാടിൻ്റെ ഫ്രണ്ടിൽ കുറേ ഏരിയ ഇങ്ങോട്ട് പയർ നടും. പയർ മാത്രം പയർ അങ്ങോട്ട് നിറച്ചാണ്ട് ഉണ്ടാവും. ചാക്കണക്കിന് പയർ കിട്ടും. എൻ്റെ കാലൊന്നും കുത്തി കൊടുക്കില്ല ചേട്ടാ. പയർ ഇങ്ങനെ തടത്തിലങ്ങനെ പടന്നുണ്ടാവും. അത് പൊട്ടിക്കും, എല്ലാവരും കൊണ്ടുപോകും. അമ്മായിമാരും ഇവർക്കൊക്കെ ചാക്കണക്കിന് കൊണ്ട് കൊടുക്കുക. അപ്പം അങ്ങനെ ഒരു കാലം. പക്ഷേ ഇപ്പോഴത്തെ പയറിന് ഇങ്ങനെ താങ്ങ് കൊടുക്കുന്ന പരിപാടി. ഞാൻ താങ്ങ് കൊടുക്കാൻ വൈകിട്ടാണ്. നല്ലേട്ടനൊക്കെ ആണെങ്കിൽ താങ്ങ് പയർ ഇത് ഇത്രക്കിയിട്ട് പൊന്തി വരും പിടിക്കും, ആൾ താങ്ങ് കൊടുക്കും. പിന്നെ പയർ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മണ്ണത്തിന്ന് വാങ്ങിച്ച പയർ വിത്താണ്, കുറ്റിപ്പയർ. എന്താ പറയുക, അനശ്വര 8 ഗ്രാമിന് 10 രൂപ കുറ്റിപ്പയർ. ഇപ്പം നടണം. ഇപ്പോൾ ഓണത്തിന് കൂടുന്ന ഓണത്തിന് പയർ കിട്ടുന്ന തോന്നുന്നില്ല ഏട്ടാ നമുക്ക്.
വെള്ളക്കെട്ടില്ലാതെ കാരണം രക്ഷപ്പെട്ടു. അല്ല വെള്ളക്കെട്ടല്ല, വെള്ളം വരാത്ത കാരണം ഇവനൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോഴേ പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉണ്ടാവും നമ്മുടെ എതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മതിൽ കിട്ടുന്ന സ്ഥലം അതിർത്തിയിൽ മുഴുവൻ ഈ ശീമോന്നയായിരിക്കും. ശീമോന്ന ഇപ്പോഴുള്ള ആളുകൾക്കൊന്നും അറിയില്ല, പണ്ടുള്ള ആളുകൾക്ക് അറിയാം ശീമോന്ന എന്തിനാണ്. നിറയെ ശീമോന്ന, നീറോലി, പിന്നെ മൈലാഞ്ചി, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർ അതിർത്തിനെ അലങ്കരിച്ചിട്ടുണ്ടാവും. മതിലൊന്നുമില്ല, മതിലും വേലിയൊന്നുമില്ല. വേലിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുള്ളുവേലിയാണല്ലോ, ഈ സാധനമായിരിക്കും മുഴുവൻ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കമ്പുകൾ, ഇങ്ങനത്തെ പടികളൊക്കെ വേണമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നേരെ അതിർത്തിയിൽ പോയിട്ട് നമ്മുടെ ഈ അതൊക്കെ പോയിട്ട് വേണ്ടോ, അത് ഇഷ്ടം പോലെ ആയിരിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കമ്പുകൾ കിട്ടാനില്ലാണ്ടായി. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും മരത്തിൻ്റെ ചില്ലകൾ വെട്ടാണെങ്കിൽ കിട്ടിയെങ്കിലായി. ഇതിപ്പോൾ ഒരു ഉങ്ങിൻ്റെയാണ് ചില്ല. അപ്പോൾ ഇങ്ങനത്തെ കമ്പ് കിട്ടാൻ ഇല്ലാണ്ടായി. ഇത് കുറ്റിപ്പയർ പോലത്തെ സാധനമാണല്ലോ. ഇതിന് പന്തൽ വേണ്ട, അത്രയ്ക്കാണ്ട് ഹൈറ്റിലേക്കാണ്ട് വരില്ല. ഇത് ഒരു മീഡിയം ലെവലിലേക്ക് അത് വരില്ലേ. ഒരു ഉയർച്ച കഴിഞ്ഞാൽ പിന്നെ പോവില്ല. മറ്റേ ലോലയുണ്ട്, ലോല 1 മീറ്റർ നീളം വരുന്ന പയറില്ലേ, അതാകുമ്പോഴാണ് അതിന് പന്തലിട്ട് കൊടുക്കേണ്ടി വരാം. അതിങ്ങോട്ട് പന്തലിട്ട് കൊടുത്തിട്ട് അതുമേലേക്ക് ഇങ്ങോട്ട് ഞാൻ എടുക്കല ചെയ്യാം. ലോല ഞാൻ അവിടെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. ആ പന്തലുകളുടെ ഇടയിലൊക്കെ നട്ടിട്ടുണ്ട്. ഗൾഫിലുള്ളൊരു മഴ കാണുമ്പോൾ കൊതിയാവാന്ന് പറഞ്ഞിട്ടേ അവർക്ക് ഒരാളെ എഴുതി വെക്കാം, മഴ ഒന്ന് അവർക്ക് ലീവ് കിട്ടുന്നത് ഇപ്പോഴല്ല, കുറച്ചാൾ കഴിഞ്ഞിട്ട് ലീവ് കിട്ടില്ല. ആ സമയമാകുമ്പോഴേക്കും മഴ കഴിയാണ്ടിരുന്നാൽ മതിയായിരുന്നു. അവർക്ക് മഴ കാണാൻ കൊതിയായിട്ടേ ഇവിടെയുള്ളൊരു മഴ കണ്ട് മടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരുവിധം പയറിൻ്റെ കാലുകൾ കുത്തി കഴിഞ്ഞു. ഈ കൂർക്കതല നടാൻ പറ്റും. കൂർക്കതലേ കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ചെളി 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 കൂർക്കാതി നട്ടു കൊടുക്കാം. ബെസ്റ്റ് വള ഉണ്ടാവുന്നവരും ഉണ്ടാവട്ടെ. ആ നീ പെട്ടൂലേ? അയ്യോ ശരിക്കൂല. ഞങ്ങൾ നാളെ മറ്റേ നേരിമംഗലില്ലേ, നേരിമംഗലം മറയൂർ, അല്ല നേരിമംഗലല്ല, ഈ കോതമംഗലം കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് നേരിമംഗലം. അവിടെ ഈ മറയൂർ ശർക്കര കമ്പനി ഷൂട്ട് ചെയ്യാൻ പോയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവർ ഹോട്ടലിൽ റൂം എടുത്തു തന്നിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അവിടുന്ന് യാത്ര പോയിട്ട് ധവനിട്ടിട്ടാണ്. അപ്പം ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴൊരു കാഴ്ചയുണ്ട്. എന്തൊരു ഭംഗി എന്ന് പറയും. വലിയ ഹൈ റേഞ്ച് ആയിട്ടില്ല, പക്ഷെ അവിടുത്തെ ഒരു ഭംഗിയില്ലേ, അത് കാണണം കേട്ടോ. അപ്പൊ ഞങ്ങള് വെറുതെ ഈ കർട്ടൻ നീക്കിയപ്പോഴാണ് ഈ വ്യൂ കണ്ടിട്ടേ എന്തൊരു ഭംഗിയാ കാണാൻ. അത് നല്ല മഴ. ദേ ആ വഴിക്കാ ഞങ്ങൾ വന്നേ. മഞ്ഞ കോട നോക്ക് ചേട്ടാ. അയ്യോ എന്തൊരു ഭംഗിയാണ്. എന്തിനാണ് കൊടൈക്കനാലിലേക്ക് അവിടേക്ക് ഇവിടേക്കൊക്കെ പോകുന്ന ആൾക്കാർ. ഇത്രയ്ക്ക് നല്ല വ്യൂ. നേര്യമംഗലാണ് കേട്ടോ സ്ഥലം. നല്ല മഴയുള്ളോണ്ടേ ആ മലയമലൊക്കെ ചാലുകള്. അപ്പോൾ അത് കണ്ടില്ലേ. അപ്പോൾ മഞ്ഞ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയ ഭംഗി ചേട്ടാ. അതൊരു ഭംഗി തന്നെയാണ്. സത്യത്തിൽ ഒരു എന്താ പറയുക, ഒരു എനർജി ഇല്ല, തണുപ്പം മട്ട് കൃഷി ചെയ്യുമ്പോൾ. എനിക്ക് കുഴപ്പമില്ല, പക്ഷേ വീട്ടിലെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി തുടങ്ങി ഇവിടെ കുറ്റിപ്പയറാണ് പോകട്ടെ.
കുറ്റിപ്പയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ ഈ കുറ്റിപ്പയർ കേട്ടാ ഇത് മണ്ണുത്തിലത്തെയാണ് എങ്ങനെയെന്ന് അറിയില്ല. നമ്മുടെ ചെണ്ടുമല്ലി നട്ട സ്ഥലമാണ്. വളമുണ്ട് അത്യാവശ്യം ഇവിടെ, നല്ല മണ്ണിളക്കം ഉണ്ട്. സരിത വന്നേനെ വയ്യാണ്ടിരിക്കുക. വയ്യാത്തവരെ പിടിച്ചിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് ശരിയല്ലല്ലോ. അല്ല ഏട്ടാ അവിടെ വിറക് കുത്തി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഈ സമയത്ത് കുത്തി പിടിക്കുന്നു. ഇന്ന് പണി ഉണ്ടായില്ലേ? നല്ല പണി ഉണ്ടായിരുന്നു. ഞായറാഴ്ച പണിത തിങ്കളാഴ്ച മുടക്കാം. ഇതാ ഞായറാഴ്ച ആൾക്കാരുടെ ലീവേ. അത് എനിക്കില്ല, എനിക്ക് പെൻഷൻ പറ്റിയതല്ലോ. ഞാൻ ഇപ്പൊ പകരല്ലേ പണിക്ക് പോണത്. അത് കാരണം ഇന്നത് തന്നെ മുടക്കും. ഇതാ മറ്റേ ഇതേത് വിറക? ഇത് പഴയില് കൊത്തിക്കാൻ ചെറുതുകളൊക്കെ എടുത്ത് കത്തിച്ചു കഴിഞ്ഞേ ആ ഇതിൽ കനം കൂടിയതിൻ്റെ അതാ ഓരോന്നോരോന്ന് കുത്തുന്ന ഓരോ ദിവസത്തേക്കുള്ളത്. പിന്നെന്തൊട്ട് തന്നെ ഞാൻ ആ കൂർക്കതല അന്ന് നടാൻ പറ്റിയില്ലല്ലോ, മഴ വെള്ളമൊക്കെ ആയിട്ടാകെ. അത് നടാ പിന്നെ പയറ് എല്ലാം നിറച്ച് നട്ടു കൊടുക്കുന്നു. ഉണ്ടാവുന്നുണ്ടാവട്ടെ. അതിൻ്റെ മഴ ഇങ്ങനെ കൂടി കുറഞ്ഞ് നിൽക്കണില്ല. ആ ഇന്ന് പിന്നെ മഴ പെയ്തിട്ടില്ല. ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചോ? ആ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് മുടക്കായി മഴയുണ്ടാവില്ല. കരുതിയില്ലേ ഇവിടെ? ഇന്നലെ ഞാൻ ആശുപത്രിയിൽ പോയില്ലേ? ഇന്നലെ ജഗുവിനും സരിക്ക് ഛർദിയിലായിരുന്നേ. സ്പെഷ്യലായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, വീട്ടിലത്തെ സാധനം കഴിച്ചു. എന്നിട്ട് വൈകുന്നേരം ഇപ്പോൾ ഛർദി ഇപ്പോൾ ഭയങ്കര ഓവറായിപ്പോൾ രാത്രി ഒരു 7 മണി ഇപ്പോൾ വിൻസർ ഡീപ്പോളിലേക്ക് കൊണ്ട് പോയി. എന്നിട്ട് ഗ്ലൂക്കോസ് കയറ്റി. അത് കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി 12:30 1 മണിയാവാറായി. അല്ല അവർക്ക് രണ്ടാൾക്കും പറ്റി നിനക്കെന്താ ഭക്ഷണത്തിൽ? എനിക്ക് പറ്റിയില്ല. എവിടെയോ എന്തൊക്കെയോ തകരാറുകൾ. അല്ലാണ്ട് വിറക് കൊത്തി പൊളിച്ചിട്ട് ഭയങ്കര പരിചയമാണ്. നമ്മുടെ പണ്ട് ഓട്ട് കമ്പിയിൽ ഓട് ഉപയോഗിക്കുമ്പോൾ ഈ ചൂളയിൽ വിറകിടില്ലോ, വിറകിടാനായിട്ട് റബ്ബറിൻ്റെ വലിയ ലോറികളിൽ 12-10 SC വണ്ടികളിലൊക്കെ വരും അല്ലേ? അന്ന് കാലത്ത് പാഴ്വിറകുകൾ അധികം റബ്ബറല്ലേ? പാഴ്വിറകുകൾ വെച്ചോടുന്നു. പിന്നീടാണ് ഈ റബ്ബറായത്. കണ്ടമാനം വിറക് വരും വലിയ ലോറികളിൽ. അപ്പോൾ അവിടെ 2 വിറക് പണിക്കാരുണ്ടായിരുന്നു. ഈ സൺബ്യൂസ് എന്ന് പറഞ്ഞ ഓട്ട് കമ്പിയുണ്ട് മരത്താര. അതിൽ 2 ഇതുണ്ട്. ഒരാളെ പേര് ചാമിയേട്ടൻ, ചാമി. പിന്നെ അടുത്ത ആളെ പേര് ഉണ്ണിച്ചക്കൻ, ഉണ്ണിക്കേട്ടെന്നാ പറയാ. അവർ 2 പേരായിരുന്നു വിറക് പുള്ളിക്കാർ. മരിച്ചു പോയില്ല അവരൊക്കെ? ചാമിയേട്ടൻ മരിച്ചു പോയി. അപ്പോൾ ആ സമയത്ത് അച്ഛനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെന്നൊക്കെ പോവില്ലോ. അപ്പോൾ ഈ വിറക് പിടിക്കും. അവർക്ക് വലിയ കൂടുണ്ട്, വലിയ കൂടങ്ങൾ, വലിയ ഉള്ളികൾ, ഇത്രയ്ക്ക് പോകുന്ന ഉള്ളികൾ. അപ്പോൾ നല്ല വലിയ വിറകലിനെ ഇവർ അടിച്ച് ആ ഉള്ളിയുടെ അടിച്ച് ഇങ്ങനെ കയറ്റും. അതിൻ്റെ അടുത്ത ഉള്ളി വെച്ചിട്ട് ആക്കും. അതൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസമാണല്ലേ? ആ അത് കഴിഞ്ഞിട്ട് ആ കമ്പനിക്കാർ എന്താ ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ അവർ ഈ വിറക് പൊളിക്കുന്ന മെഷീൻ വാങ്ങിച്ചു അല്ലേ? വിറക് പൊളിക്കുന്ന മെഷീൻ വാങ്ങിച്ചു. ബാക്കി ഒറ്റ കമ്പനികളിലെ വിറക് പൊളിക്കുന്ന മെഷീൻ നടന്നിട്ടില്ല. ആദ്യമായിട്ട് അവിടെ ഇല്ല വാങ്ങിച്ചേ? ഏറ്റവും ആദ്യം ഈ വിറക് പൊളിക്കുന്ന കാണുമ്പോൾ മറ്റേ ദിലീപ് മറ്റേ സിനിമയിലില്ലേ, ഏത് ചാന്ത് പൊട്ടിൽ വിറക് പൊളിക്കുമ്പോൾ തെറിക്കുന്ന കാര്യമാണ് ഓർമ്മ വേണ്ടത്. അപ്പോൾ ഇവരും ഇടയ്ക്ക് വിറക് പൊളിക്കാൻ കൂടില്ല വെറുതെ രസത്തിന്. ആ ചെറിയ പിള്ളേരുകൾ അതിന് വിറക് പൊളിക്കാൻ കൂടും. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. വിറക് ഈ കെട്ടഴിക്കാണ്ടിരിക്കാനാ നല്ല ഭംഗിയിൽ നിൽക്കുന്നതന്നെ കംപ്ലീറ്റ് അടക്കായിട്ട്. അപ്പൊ അത് കഴിയുമാണല്ലോ. ആ അതന്നെ കരു പറയും തമിഴന്മാരെ വെച്ചുകൂടെന്ന്. തമിഴന്മാരെ വെച്ചാൽ ഈ മുട്ടിമൊരനയ്ക്കും അങ്ങനെ എടുക്കും. അല്ല അവരെ വെച്ച് കഴിഞ്ഞാൽ 1000 രൂപ പണി പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 500 രൂപ വിറക് പോലും കിട്ടില്ല. പണി കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം ഇതുകൊണ്ട് ഇവിടെ ഒരു അണ്ണൻ പറഞ്ഞു ഞാൻ പൊളിച്ചേരാലോന്ന്. അണ്ണൻ പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ തന്നെ ഞാനാന്ന് പറഞ്ഞു. ഇവിടെ അതാളോട് പറഞ്ഞല്ലേ ആദ്യം നമ്മുടെ വീട്ടിൽ മാത്രം ഈ കൈക്കോട്ട് കളക്കും മറ്റുള്ള പണികൾക്കൊന്നും ഒരാളെയും വിളിക്കില്ല. അതന്നെ ഈ നാട്ടിലിങ്ങനെ പണ്ട് കൈക്കോട്ട് കളക്കും മറ്റുള്ള പണികൾക്കൊക്കെ നടക്കുന്ന ആളുകളില്ല. അവർക്ക് ദേഷ്യം നമ്മളോട്, അവർക്ക് ദേഷ്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വീട്ടിൽ മാത്രം ഒരു ആളെയും പണിയാനായിട്ട് വിളിക്കില്ല. ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പണിയാൻ വിളിക്കും. അപ്പം അങ്ങനെ കൂർക്ക നട്ട് കഴിഞ്ഞാൽ കൂർക്കാലായിട്ട് കഴിക്കും.
ഇനി പയറ് നടട്ടെ പോയിട്ട്. നമ്മുടെ പയറ് അധികം എത്തുന്നില്ല കേട്ടോ, 8 ഗ്രാമുള്ളോ. ഇനി ഇങ്ങനെ ഓരോന്ന് വീതം നടും. വല്ലാണ്ട് താഴ്ചയിൽ നടണമെന്നില്ല. ഒന്ന് അതായത് ഒരു തടം വേശാവില്ലേ നമുക്ക്. അപ്പോൾ ഇവിടുന്ന് ചെണ്ടുമല്ലി അങ്ങോട്ട് കൊണ്ടുപോയി ചെണ്ടുമല്ലി അവിടെ വലുതാണ്ട് എന്നുവെച്ചാൽ ഈ തടം അല്ല ഒന്നിനും കൊള്ളാണ്ടിരിക്കുന്നില്ല എന്ന് എന്തെങ്കിലുമൊക്കെ നടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. പേര് നോക്കിയില്ലേ, പെട്ടെന്ന് വെറുതെ അപ്രതീക്ഷയിൽ വായിച്ചതാണ്. നമ്മുടെ കൃഷി ചെയ്ത് കണ്ടിട്ട് പ്രചോദനമായിട്ട് എല്ലാ സാധനങ്ങളും നടുന്നു. പക്ഷേ പുതിനില മാത്രം എല്ലാം നന്നായിട്ട് ഉണ്ടാവേണ്ടത്. പുതിനില മാത്രം ഉണ്ടാവണില്ലേ, പുതിന മാത്രം. അതെന്താണെന്ന് അറിയില്ലെന്ന് പല സ്ഥലങ്ങളിൽ ഇത് വാങ്ങിച്ച് നട്ടു. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവണില്ല. നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്നുള്ള തണ്ട് വാങ്ങിച്ചിട്ട് തന്നെയാണ് നമ്മൾ നടുന്നത്. എങ്ങനെ നട്ടാലും പുതിനില അടിപൊളിയായിട്ട് ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒരു ദിവസം വാ, അപ്പം ഞാൻ പുതിനില തെയ്യല്ല മറ്റേ നല്ല ബലമുള്ള തണ്ട് തരാം. അത് കൊണ്ടുപോയി കുഴിച്ചിട്ടാ. അത് കൊണ്ടുപോയി കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ അവിടെ പയറ് നടൽ കഴിഞ്ഞു. ഇരുട്ടായി സമയം ഇരുട്ടായില്ല, ഇരുട്ടായി. നമ്മുടെ പുതിനില എന്നിട്ടാ. അപ്പോൾ ഇനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഇങ്ങനത്തെ ഒരെണ്ണാട് കടയിറക്കുക. ഇത് കണ്ട ഇത് ഇങ്ങനത്തെ തണ്ടുകൾ തരാം. കണ്ട വേരിടക്കുള്ള കണ്ട ഇങ്ങനത്തെ കഷ്ണാക്കിയിട്ട് തരാം. അപ്പോൾ പിന്നെ അത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇങ്ങനെ ഉണ്ടാവും. ഇത് നമ്മുടെ എന്താ പറയുക, മധുരക്കിഴങ്ങാണ്. ഇതിങ്ങനെ പടർന്ന് കയറി വരാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ഒതുക്കി നാക്കാം. കടയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവട്ടെ, കാരണം പടർന്ന് കയറാണിത്. തെങ്ങിൻ്റെ ഇടയ്ക്കിലേ നിറച്ചാണിത്. എന്താ കമ്പോസ്റ്റ് കുഴിനെ കുറിച്ച് ചോദിച്ചിട്ടാ. അതെ, കമ്പോസ്റ്റ് കുഴിയിൽ കമ്പോസ്റ്റ് നിറഞ്ഞ് കിടക്കുക. എന്താ എല്ലാ വക സാധനങ്ങളും ഞാൻ കൊണ്ടുവരും. നിറഞ്ഞു തുടങ്ങിയണ്ട. എൻ്റെ അമ്മേ, ഏയ് 2 സാധനം കിടക്കണു. വിലപ്പെട്ട സാധനങ്ങൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിൽ കണ്ട നോക്കിയേ, ഇതങ്ങ് മറ്റു നാളികേരലി കണ്ട നോക്കിയേ. എന്നിട്ട് 2 നാളികേരുണ്ട്. ഇത് കണ്ട കിളിക്കുണ്ട്. ഒരാൾ മാത്രമല്ല കേട്ടോ, അതേ അടുത്താൾ എടുക്കുന്നു 2 നാളികേരങ്ങൾ. അല്ല, നമ്മളിപ്പോൾ വെടുപ്പാക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് കണ്ടു. അത് ഞാൻ മുളയ്ക്കും. കുറച്ചാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നിനും കൊള്ളാണ്ടാവും. എന്നിട്ട് നീണ്ടു പോകണവരെയൊക്കെ നമുക്ക് അലക്കി കളയാം. എല്ലാ പ്രാവശ്യവും കൃഷി പോയില്ല കേട്ടോ. നമുക്ക് നല്ല അടുക്കും ചിട്ടിക്കുന്നുണ്ട്. വൃത്തിയായി വലിയ മികച്ച അടുക്കള തോട്ടാവും കുറച്ച് കഴിഞ്ഞാൽ. കൃഷിഭവൻകാർ വന്ന് നോക്കി പോയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് കുറച്ചാൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മിനിഞ്ഞാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളം നിറഞ്ഞു കിടക്കാണ്, അതുകൊണ്ട് ഇപ്പോൾ വരണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാം ആയി വരുന്നു എന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് എൻ്റെയൊക്കെ അടുക്കളത്തോട്ടത്തിനെ പറ്റിയുള്ള അഭിപ്രായം നമുക്ക് അവരിൽ നിന്ന് കേൾക്കാം. ഇതാണ് നമ്മുടെ വളം സ്റ്റോക്ക് ചെയ്യുന്ന സാധനം കേട്ടോ. ഇപ്പം ആവശ്യമില്ല. ഇതിൽ വേപ്പും പിണ്ണാക്ക്, ചാണം, കപ്പലണ്ടി പിണ്ണാക്ക് കലക്കി വെച്ചിട്ടുള്ളതാണ്. കുറേ നാളായി. ഇവിടെ വളം നാശാവില്ല. സരിത എനിക്ക് വരുന്നുണ്ട്. കഴിയാറായതൊന്നുമില്ല. വരുന്നത് നടന്നു. എന്തൊട്ട് ചെയ്ത കൂർക്കാടല കഴിഞ്ഞാ? കൂർക്കടല കഴിഞ്ഞു, പയർ നടൽ കഴിഞ്ഞു. അങ്ങനെ കുറേ നല്ല ചില സാധനങ്ങൾ ഞാൻ ഇവരോട് പറയണേ. ഇത്തവണ കൃഷിഭവൻകാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ അവർ. അപ്പോൾ അവർക്ക് ഇത് കണ്ടപ്പോഴൊക്കെ അടുക്കും ചുറ്റിയും നല്ല അടുക്കള തോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞോണത്. 1 മാസം കഴിഞ്ഞിട്ട് മതി. എപ്പോഴല്ലേ വല്ലതും പൊങ്ങണ്ടേ? അതന്നെ ഇപ്പൊ തൈകളെല്ലാം ആയിട്ടുള്ളൂ. എന്തായി നിനക്ക് ഉഷാറായിയാ? ആവും. എന്താണാവോ ഭക്ഷണം കഴിച്ചിട്ട് ഛർദി ഒന്നും എനിക്ക് വന്നില്ല. എന്താണ് പുറമെന്നുള്ളൊരു ഭക്ഷണം പുറമെന്നുള്ളൊരു ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഈ ഛർദി വന്നുള്ളത്? അല്ല, ഓരോ രോഗങ്ങൾ വരെ എന്തൊരു സമയം വേണമല്ലേ.
നോക്കി സരിത, ഇത് നോക്കിയാൽ ഇന്നലെ വെള്ളത്തിലല്ല നടന്നേ നമ്മുടെ ചെണ്ടുമല്ലി. ഇപ്പൊ നോക്കിയാ ആ വെള്ള പോയി ഇതായി. എങ്ങനെ ഇടണ്ട സ്ഥല പീച്ചിങ്ങൊക്കെ പെട്ടെന്ന് ഉണ്ടാവൂട്ടാ. ആ ഈ കിളികളുടെ നല്ല ശബ്ദം. അപ്പോൾ ഇന്നും മൊത്തത്തിൽ ഞങ്ങൾ തണുപ്പം മട്ടിലാണ്. ഉഷാറാവണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും അല്ലേ? അപ്പോൾ സമയം വൈകുന്നേരം 6:08. കണ്ണടച്ചു പോകും. ഇങ്ങനെയുണ്ട് കോടകൾ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ ഇവിടെ 2 കൊട. മഴ പെയ്യാണെങ്കിലേ കൈ വിടരുത്. കൈ ഇങ്ങനെ പിടിച്ചിരിക്കണം. കൈ വിട്ട് കഴിഞ്ഞാൽ തല പിന്നിലേക്ക് പോകും. എവിടെ കൂർക്ക നട്ടേ? അവിടെ അല്ലേ? ആറ്റത്താ? ഒരു തടത്തിലേക്കുള്ളൂ ചെറിയേട്ടൻ അവിടെ നിന്ന് കൊണ്ടുവന്നത്? ആ